ഹായ് മക്കളെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കോഴി ഇറച്ചിത്തോരൻ. അതിലേക്കായി ഞാൻ 1/2 കിലോ വരുന്ന കോഴി ഇറച്ചി എടുത്ത് കുക്കറിൽ ശകല ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിച്ചതിന് ശേഷം ആ ഇറച്ചിയിലുള്ള എല്ലാ ബോൺസുകളും റിമൂവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചിയാണിത്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം ഒരു 300 ഗ്രാം വരും. ഇനി അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് കാണിച്ചു തരാം. 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 1.5 സവോളയുണ്ട്, ചില്ലി ഫ്ലേക്സ്, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതാണ്, ആവശ്യത്തിനുള്ള മസാലക്കൂട്ടുകൾ, ഉപ്പ്, വെളിച്ചെണ്ണ. ഇതിനധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതിലേക്കായി നമുക്കിനി ഒരു കടായി അടപ്പത്ത് വെക്കാം. അപ്പോൾ ഞാൻ കടായി അടപ്പത്ത് വയ്ക്കട്ടെ. അപ്പോൾ ഞാൻ കടായി അടപ്പത്ത് വെച്ചു. കടായി ചൂടാകട്ടെ. ചൂടാകുമ്പോൾ അതിനാവശ്യമായ വെളിച്ചെണ്ണ കൊടുക്കാം. കടായി ഏകദേശം ചൂടായി. നമുക്ക് ആവശ്യമായ എണ്ണ കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാകട്ടെ. എണ്ണ ഏകദേശം ചൂടായി. നമുക്കതിലേക്ക് വലിയ ജീരകവും കൊച്ചു ജീരകവും കൊടുക്കാം. വലിയ ജീരകവും കൊച്ചു ജീരകവും കൊടുത്തു. ഏകദേശം അത് മൂക്കാറായി. അതിലേക്ക് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. സവോള ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. സവോള ഒന്ന് മൂക്കട്ടെ. സവോള ഒന്ന് വഴന്ന് വരട്ടെ. ഈ കോഴിത്തോരൻ എന്നൊക്കെ പറയുന്നത് കൊച്ചുങ്ങൾക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ ഒരു വിരുന്നുകാർ വരുമ്പം 2 കഷ്ണം ഇറച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് കോഴി ഇറച്ചി തോരൻ വെച്ച് അവർക്കൊരു ഊണ് റെഡിയാക്കി കൊടുക്കാം. കറിക്കൊന്നും ഇല്ലേന്നും പറഞ്ഞ് നമ്മൾ വിഷമിച്ചിരിക്കേണ്ട. ഒരു രസവും വെച്ച് കോഴിയിറച്ചി തോരനും വെച്ചാൽ ഒരു പിക്കിളും ഉണ്ടെങ്കിൽ ഊണ് റെഡിയായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത്. നമ്മുടെയൊക്കെ വീട്ടുകളിൽ പെട്ടെന്ന് സ്കൂളിൽ പോകണം, കറിക്കൊന്നുമില്ല, 2 കഷ്ണം കോഴിയിറച്ചി ഇരിപ്പുണ്ട്, പെട്ടെന്ന് നമുക്കൊരു കോഴിയിറച്ചി തോരൻ തയ്യാറാക്കാം. അത് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ലേ. ഒരു സവാളയും ഇച്ചിരി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടെങ്കിൽ അതൊന്ന് വേസ്റ്റാക്കി ഒരിച്ചിരി തേങ്ങയും 2 വറ്റൽമുളക് എടുത്ത് ചതച്ച് എല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് നമുക്കതങ്ങ് ശരിയാക്കി എടുക്കാവുന്നതാണ്. ഇത് നമ്മുടെ എല്ലാ വീട്ടുകളിലും നമുക്കെല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പൊടിക്കയ്യാണ്. വീട്ടമ്മമാരുടെ ഒരു മിടുക്ക. ഇറച്ചി കറി വെക്കാൻ കൊണ്ടുവരുമ്പോൾ ഒരു 4 കഷ്ണം ഇറച്ചി എടുത്തങ്ങ് മാറ്റി വെക്കണം. ഒന്നുമില്ലാതെ വരുന്ന സമയത്ത് പെട്ടെന്ന് അതിന് നമ്മൾ എന്ത് വേണം, അതിന് ഉപ്പും ഇച്ചിരി മഞ്ഞൾപ്പൊടിയൊക്കെ തേച്ച് കുക്കറിൽ വെച്ച് നമ്മളതിനെ ഒന്ന് വേവിച്ച് അതിൻ്റെ എല്ലൊക്കെ റിമൂവ് ചെയ്ത് നമുക്കിങ്ങനെ ചെയ്യാവുന്നതാണ്. നമ്മൾ കറിക്കില്ലേന്നും പറഞ്ഞ് വിഷമിക്കേണ്ട കാര്യമില്ല. സ്കൂൾ കുട്ടികൾക്ക് പെട്ടെന്നൊരു ടിഫിനിൽ ഒരുക്കാനായിട്ടുള്ള ഒരു കറിയാക്കി നമുക്ക് എടുക്കാം. അപ്പോൾ ഏകദേശം വഴന്ന് വരുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു തോരനാണ് കോഴി ഇറച്ചി തോരൻ. എല്ലാ വീട്ടുകളിലും കോഴി മേടിക്കുമല്ലോ. അപ്പോൾ ഒത്തിരി ഒന്നും മാറ്റി വെക്കണ്ട. 4 കഷ്ണമോ 5 കഷ്ണമോ എടുത്ത് മാറ്റി വെക്കുക. നമുക്കൊരു തോരൻ പെട്ടെന്ന് സംഘടിപ്പിക്കാം. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരണം. നമ്മളിനി ഇതിൽ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റാണ് കൊടുത്തത്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി
ഇത് പേസ്റ്റാക്കിയതാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നമുക്കൊരു ശകലം മഞ്ഞപ്പൊടിയും കൂടെ കൊടുക്കാമേ. ശകലം മഞ്ഞപ്പൊടിയും കൂടെ കൊടുത്തു. ഇനി നമ്മൾ ഇതിൽ കൊടുക്കാൻ പോകുന്നത് ചിക്കനാണ്. നമ്മൾ എടുത്തു വെച്ച ചിക്കൻ മീറ്റ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ടാണ് നമ്മൾ അഡീഷണൽ ഉപ്പൊന്നും ചേർക്കാത്തത്. ആവശ്യത്തിനുള്ള ഉപ്പ് മീറ്റിലുണ്ട്. ഇനി നമുക്കിതിൽ നാളികേരം കൊടുക്കാം. തേങ്ങ തിരകിയത് നമ്മൾ തേങ്ങായും കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്ക് അവരെ നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയല്ലോ. 1 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. നമുക്കൊന്ന് അടപ്പ് മാറ്റാമേ. നല്ല വാസനയായിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ചില്ലി ഫ്ലേക്സ് ആണ് കൊടുക്കുന്നത്. അതിനോടൊപ്പം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം. എല്ലാവരെയും കൂടെ ചേർത്ത് നമുക്കൊന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാമേ. നമ്മളപ്പോഴേ ആ ചില്ലി ഫ്ലേക്സും കറിവേപ്പിലയും എല്ലാം കൊടുത്തു. കോഴിയിറച്ചി തോരൻ റെഡി ആയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് ഇത് ശരിയായത്. നല്ല സ്വാദിഷ്ടമായ കോഴിയിറച്ചി തോരൻ. അപ്പോൾ ഞാൻ ഇതിനി വാങ്ങി വെക്കാൻ പോവുകയാണ്. നന്നായി ആവശ്യത്തിനുള്ള കറിവേപ്പില അമ്മച്ചി വീണ്ടും ഇച്ചിരി കൂടെ കൊടുക്കുകയാണ്. ഇറച്ചിത്തോരൻ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ ഇറച്ചിത്തോരൻ റെഡിയായി. അമ്മച്ചി വാങ്ങി വെക്കട്ടെ. അപ്പോൾ സ്വാദിഷ്ടമായ ഇറച്ചിത്തോരൻ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറായിരിക്കുന്നു. നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കൾക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കണം. ഈ ഇറച്ചിത്തോരൻ നമുക്ക് സമോസയ്ക്ക് ഫില്ലിംഗ് ആയിട്ട് ഉപയോഗിക്കാം, ചപ്പാത്തിക്ക് കൂട്ടുകറിയായിട്ട് ഉപയോഗിക്കാം, ഏതിന് വേണമെങ്കിലും കൂട്ടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ സ്വാദിഷ്ടമായ ഇറച്ചിത്തോരൻ കണ്ടല്ലോ നിങ്ങൾ. ഇതേപോലെ നിങ്ങളും ഉണ്ടാക്കണം. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മച്ചിയുടെ ലൈവ് വരണം, വീഡിയോസ് കാണണം, അമ്മച്ചിയെ പ്രോത്സാഹിപ്പിക്കണം. നിങ്ങളുടെ മക്കൾക്കൊക്കെ നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി കൊടുക്കണം. സമയമില്ലെന്നും പറഞ്ഞ് ആരും വിഷമിക്കേണ്ട. 2-3 കഷ്ണം ചിക്കൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുക. ബൈ മക്കളെ.